ഹലോ ഫ്രണ്ട്സ്, കേരള PSCയുടെ കമ്പ്യൂട്ടർ സയൻസിലുള്ള ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. പ്രോഗ്രാമർ കേരളത്തിലെ യൂണിവേഴ്സിറ്റീസിലാണ് വേക്കൻസി ഉള്ളത്. b.tech, MCA, MSc എന്നീ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. കാറ്റഗറി നമ്പർ 205/2021. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 21/7/2021. പേ സ്കെയിൽ പറയുന്നത് 39,500 to 83,000. പക്ഷേ ഇത് പുതിയ പേ സ്കെയിലല്ല. ആസ് പെർ ന്യൂ പേ റിവിഷൻ 55,000 ആയിരിക്കണം ബേസിക്. നിലവിലെ വേക്കൻസി 1 പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ പോസ്റ്റ് ഫസ്റ്റ് ടൈമാണ് PSC വിളിച്ചിരിക്കുന്നത്. കോൺട്രാക്റ്റ് ബേസിൽ തന്നെ 10 മുതൽ 20 വരെ പ്രോഗ്രാമേഴ്സ് ഓരോ യൂണിവേഴ്സിറ്റിയിലും വർക്ക് ചെയ്യുന്നുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. സോ വേക്കൻസി ഇപ്പോൾ കാണുന്നത് എന്തായാലും ആയിരിക്കില്ല. കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത. നോട്ട് ചെയ്യുക, കാറ്റഗറി നമ്പർ 205/2021. നെക്സ്റ്റ് നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. ഒരു വലിയ വിഭാഗത്തിന് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. MCA, B.tech, Electrical and Electronics, or Electronics or Computer Science, or B.tech in any discipline with a specialization on computer, that is PGDCA or equivalent, or B.tech in any discipline with a minimum 1 year experience in data processing bar software development, or MSc with a specialization in electronics, physics, computer science, mathematics, statistics with a minimum 1 year experience in data processing bar software development. ഡാറ്റ പ്രോസസ്സിങ്ങിലോ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലോ 1 year എക്സ്പീരിയൻസ് ഉള്ളവർക്ക് B.tech ഏത് ട്രേഡിൽ ആണെങ്കിലും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 1 year ഡാറ്റ പ്രോസസ്സിങ്ങിലോ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലോ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ MCAക്കാർക്ക്, അതായത് MSCക്കാർക്ക് ഇലക്ട്രോണിക്സോ ഫിസിക്സോ കമ്പ്യൂട്ടർ സയൻസോ മാത്തമെറ്റിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ആണെങ്കിലും അപ്ലൈ ചെയ്യാം. എന്നാൽ MCAയോ അല്ലെങ്കിൽ B.tech ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസോ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ B.tech വിത്ത് PGDCA ഉണ്ടെങ്കിലോ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ എംപ്ലോയറുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് ലേബർ ഓഫീസർ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി നമുക്കിപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഈ ഫോർമാറ്റ് ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ പിന്നീട് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു സെൽഫ് അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. പിന്നീട് PSC നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയാവും. സോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.